has its own relevance because of the togetherness and unity. It brings all our officers, both retired and serving, and their families together. It brings cheer and happiness to each of us. Let us commence the function with a prayer song by Shri Santosh Rawat. Kratunda Mahakaya Suryakoti Samaprabha Nirvignam Kuru Me Deva Sarvakaryeshu Sarvada. Thank you, Santosh ji. A very colorful good evening to all. കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലബ് ഡേ നടത്തുന്നത്. എന്നാൽ ഒട്ടും കുറവ് വരാതെ ഇന്നത്തെ ഈ സായാഹ്നം അതിമനോഹരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം അണിയറയിൽ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ഈ എളിയ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റാരുമല്ല, തിരുവനന്തപുരത്തിലെ കലാ സാംസ്കാരിക കൂട്ടായ്മകൾക്കെല്ലാം അഭിമാനവും അതുപോലെ തന്നെ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകനും ഏഷ്യയിലെ തന്നെ വളരെ പ്രസിദ്ധമായ സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഓർഗനൈസറും കലാകാരനും എല്ലാമായ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ഇന്നത്തെ നമ്മളുടെ ഈ ചടങ്ങിൻ്റെ മാറ്റ് വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ, നമ്മുടെ ഈ ക്ലബിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന സൂര്യ കൃഷ്ണമൂർത്തി സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കലാവിരുന്നുകളോടുകൂടിയ മനോഹരമായ ഈ സായാഹ്നം ഒരുക്കാൻ സാധിച്ചത് നമ്മളുടെ ക്ലബിൻ്റെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ള പ്രയത്നവും അതുപോലെ ഉത്സാഹവും മാത്രമാണ്. ക്ലബ് ഡേ 2024 നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് അത് നീണ്ട് ഇപ്പോൾ ജൂൺ മാസം വരെ എത്തി. കഴിഞ്ഞ മാസം നമ്മൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ നമ്മളുടെ ഈ ഓഫീസിൽ നല്ലൊരു ശതമാനം ഓഫീസേഴ്സും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് ജൂൺ മാസമേ തിരിച്ചെത്തുകയുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ച പ്രോഗ്രാമാണ് നമ്മൾ എപ്പോഴും ക്ലബ്ബ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജൂണിൽ നടത്താമെന്ന് തീരുമാനിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നും നമുക്ക് ചില തടസ്സങ്ങളെല്ലാം വന്നെങ്കിലും നമ്മളുടെ കമ്മീഷണർ ടി ജി വെങ്കടേഷ് സാറിൻ്റെ ഒറ്റ നിർബന്ധം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദം, ഇന്ന് തന്നെ നടത്താൻ നമുക്ക് ഈ സമയം മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ ദിവസം ഈ പ്രോഗ്രാം നടത്താനായി സാധിച്ചത്. അങ്ങനെ ക്ലബിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ടി ജി വെങ്കടേഷ് സാറാണ് ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. ഐ വെൽക്കം ശ്രീ ടി ജി വെങ്കടേഷ് സാർ ടു ദിസ് ഫംഗ്ഷൻ. നമ്മുടെ ക്ലബിനെ നയിക്കുന്ന ക്ലബിൻ്റെ പ്രസിഡൻറ്റും നമ്മുടെ അഡീഷണൽ കമ്മീഷണറുമായ ജയദേവ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സദസ്സിലിരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനെയും നമ്മുടെ മറ്റെല്ലാ അംഗങ്ങളെയും
അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നമുക്ക് കുറച്ച് പ്രത്യേക ക്ഷണിതാക്കളായ അതിഥികളുണ്ട്. അവർ മറ്റാരുമല്ല, നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ച് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ നമ്മുടെ ഓഫീസേഴ്സിനെ നമ്മളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ റിട്ടയേർഡ് ഓഫീസേഴ്സിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റിക്രിയേഷൻ ക്ലബിൻ്റെ പ്രവർത്തനം തീർച്ചയായും എല്ലാവർക്കും വളരെ സന്തോഷവും ഉത്സാഹവും അതുപോലെ തന്നെ സഹകരണവും വളർത്തുവാനും അത് ഊട്ടിയുറപ്പിക്കാനും അതുപോലെ തന്നെ പരസ്പര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുവാനും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മുടെ എല്ലാ ഓഫീസേഴ്സും നമ്മുടെ എല്ലാ മെമ്പേഴ്സും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ആ പ്രവർത്തനം മൂലം മാത്രമാണ് നമുക്ക് ഈ ക്ലബ്ബ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു അഭ്യർത്ഥന, നമ്മുടെ മെമ്പേഴ്സിനോടൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ എല്ലാ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലും വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത് ഈ ക്ലബിൻ്റെ വരുംകാല പ്രവർത്തനങ്ങൾ വളരെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. We have lot of officers from other states, and I have a request to these officers to participate in our club activities without any hesitation. And also I request those who have joined recently, and you are very young blood and you have to take over these club activities in future. One more thing I would like to share that the present club executive members, most of the club executive members are transferred from this formation, including that club secretary, so that we have to elect a new office bearers. So next week we will hold a club general body, and the date and time will be informed later. And another is Raji Austin. Shashi Kumar has developed a software which is very helpful to our officers in their working. Then Raji Austin she is always bringing fame to our department. She is a very sports person, and she is not here today. She will be coming next week only. So in this function we will hand over our honor to our Shashi Kumar. നമ്മുടെ എല്ലാവരും നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം കാണാനായിട്ട് അക്ഷമരായി കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Respected Surya Krishnamurthy ji, dignitaries on the dais and officers in front of me, I'm extremely happy and delighted to be here in this occasion to listen to Surya Krishnamurthy ji, and as well as to see and enjoy the cultural functions that's going to happen following the speech. As Biju Raffel rightly pointed out, in fact he has given a call to all the officers to participate in the club activities. You would have noticed me again and again, I used to reiterate in every retirement function that such functions do not happen everywhere. I have worked in places where retirement functions are very, very low key, and nothing like this happens anywhere else in my experience. The kind of involvement and gusto with which retirement functions happen here is not happening elsewhere. I have seen in Chennai and Bangalore where on the last day of the service, an officer will walk out of the premises with just 2 officers following him. Hardly anything happens. No recognition of the service, 30-35 years of service is put in.
partly because of certain legacy issues related to promotion where officers refuse the retirement functions. But in many cases, this became a norm, and slowly this function got diminished in importance. But in Trivandrum, it's preserved, and thanks to the club here. And the club is also having a deficit in active participants, as he called out. I entreat all the officers to participate in these functions. So this to mention a few things about the club. The club is not just organizing, not just about organizing the retirement functions and other activities. They do a lot of philanthropic work also, especially during the 2018 floods and the COVID time. They have done a lot of work for the people in general. So on this day, I entreat all of you to actively participate in the club activities and also have a very nice time in the office. This gives an opportunity for all of us to interact with each other and form a camaraderie, which will go a long way in the future. I will not stand much in between the further activities of today's function. So with all this, with this short note, I end my speech, and I thank you, all of you, for being here. Enjoy the evening and have a nice dinner. Thank you. Sri Nataraja Krishnamurthy is popularly known as Surya Krishnamurthy. I take this opportunity to say a few words about our chief guest. Sri Krishnamurthy, who was a scientist at ISRO, brought Thiruvananthapuram into the cultural and film map of India through Surya Stage and Film Society, which was founded by him in 1977. The Surya Festival, which is one of the longest and most prestigious cultural events in India, lasts for more than 100 days in Thiruvananthapuram every year from September to January. Sri Surya Krishnamurthy was honored with the National Award for Stage Craft and Direction of President of India and has also been conferred the highest honors from Kerala, Tamil Nadu and Puducherry governments. Today, we are privileged to have an opportunity to listen to him. I humbly request our chief guest to address the gathering and to inaugurate the celebration. Please, sir. കമ്മീഷണർ എന്നോട് ആവശ്യപ്പെട്ടത് മലയാളത്തിൽ സംസാരിക്കാനാണ്. I also prefer speaking to you in Malayalam, not because my Malayalam is better than my English. Both are equally bad. I would be able to express more in my mother tongue, which is Malayalam. സാധാരണ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ 2 ചോദ്യങ്ങളാണ് ഈയിടെയായി ഞാൻ ചോദിക്കാറുള്ളത്. ഐ എം അണ്ടർലൈനിങ് ഈയിടെയായി. ഒന്ന്, ഞാൻ എത്ര നേരമാണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് വരെയാണ്. നിങ്ങൾ അത്രയൊന്നും ഞാൻ വേദനിപ്പിക്കുകയില്ല, നേരത്തെ തീർക്കാം. ഒരിക്കൽ ഞാനൊരു അരങ്ങേറ്റത്തിന് പോയി. അരങ്ങേറ്റത്തിന് എൻ്റെ പ്രസംഗം ഇൻ്റർവെൽ സമയത്തായിരുന്നു.
അപ്പോൾ ആ കുട്ടി കളിച്ചതിന് ശേഷം ആ കുട്ടിയുടെ അമ്മയും ഗുരുവും എല്ലാം കൂടി എന്നെ സ്റ്റേജിൽ വിളിച്ച് ഈ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആ കുട്ടി അവരോട് ഗുരുവിനോടും അമ്മയോടും ചോദിച്ചു ഞാൻ എത്ര മിനിറ്റാണ് സംസാരിക്കേണ്ടത് എന്ന്. അപ്പോൾ ആ അമ്മ പറഞ്ഞത്, മോൾക്കൊരു ഡ്രസ് ചേഞ്ച് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യുന്നത് വരെ പ്രസംഗിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിൽ ഈ കുട്ടി എവിടം വരെ എത്തി എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അതിനുശേഷം ഞാൻ വളരെ സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിൽ, ചോദിച്ചിട്ടേ പോകുള്ളൂ. റിലേറ്റഡ് ടു സം പൊളിറ്റിക്കൽ പാർട്ടി ദെൻ ഐ വുഡ് പ്രിഫർ ബാക്കിംഗ് ഔട്ട് ഫ്രം ദിസ് ഇൻവിറ്റേഷൻ. അതുമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പറയാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് ഇനി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സംസാരിക്കാൻ പോകുന്നത്. സ്വതന്ത്രമായ ചിന്തകൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നതാണ് സത്യം. ഇപ്പോൾ ഒരു അക്രമമോ അനീതിയോ അസത്യമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ മലയാളി പ്രതികരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള മലയാളികൾ ഇപ്പോൾ ഇല്ല. നമ്മൾ ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കേണ്ട മലയാളി കുറേ ചിന്തിച്ച്, കുറേ പഠിച്ച്, ഹൈക്കമാൻഡിൽ നിന്നോ പോളിറ്റ് ബ്യൂറോയിൽ നിന്നോ ചിന്തൻ ബൈഠക്കിൽ നിന്നോ ഒക്കെയുള്ള ഇൻസ്ട്രക്ഷൻ വന്നതിന് ശേഷം മാത്രമാണ് പ്രതികരിക്കുന്നത് എന്ന് പറയുമ്പോൾ വി ആർ അഗെയിൻ ബിക്കമിങ് സ്ലേവ്സ്. മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലും എല്ലാം എന്തെല്ലാം ത്യജിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. വീണ്ടും നമ്മൾ ചില പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ അടിമകളായി മാറുന്ന അവസ്ഥയാണുള്ളത്. എത്ര നിഷ്ഠൂരമായ, ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നാലും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ് നമ്മുടെ ഇടയിലുള്ളത്. കാരണം അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം നൽകുന്ന പൊളിറ്റിക്കൽ പാർട്ടി അവരെ തഴയുമോ എന്നുള്ള പേടി. ആ ഒരു ഭയം നിങ്ങൾക്ക് ആവശ്യമില്ല. തുറന്ന് സംസാരിക്കാം. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊല്ലുന്ന ആൾക്ക് വേണ്ടി സംസാരിക്കുന്നവനെ മലയാളി എന്നോ കലാകാരനെന്നോ സാഹിത്യകാരനോ എന്ന് വിളിക്കാൻ പാടില്ല. ഈ ശവം കൊന്നുകഴിഞ്ഞാൽ ഒരു രക്തസാക്ഷി ഉണ്ടാകുന്നു. ഈ രക്തസാക്ഷിയെ എടുത്തുകൊണ്ട് കുറേ പേർ നഗരത്തിന് വലം വയ്ക്കുന്നു. അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് രാത്രിയോ കുഴിയിൽ മൂടുന്നു. അതോടെ അവരുടെ കർത്തവ്യങ്ങളും കടമകളും എല്ലാം തീരുന്നു. പക്ഷേ എന്നും ജീവിതം മുഴുവൻ ദുഃഖം അനുഭവിക്കുന്ന ഒരാളുണ്ട് വീട്ടിൽ, അമ്മ. ആ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിരിക്കണം മലയാളി അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചില സംഘടനകളിൽ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ പാടില്ല എന്ന നിയമമുണ്ട്. ഫോർ എക്സാമ്പിൾ ആർമി. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആർമിയിൽ ഈ പോളിറ്റിക്സ് അലോ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഛിന്ന ഭിന്നമായി പോയേനെ. ഓരോ സംസ്ഥാനവും ഓരോ രാജ്യത്തിൻ്റെ കീഴിലായി പോയേനെ. പക്ഷെ അവിടെ പൊളിറ്റിക്സ് ഇല്ലാത്തത് കൊണ്ട് വി ആർ സേഫ്. നമ്മൾ സുഖമായി ഉറങ്ങുന്നത് ആ ഒരു പോളിറ്റിക്സ് ആർമിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം എന്നെനിക്ക് തോന്നുന്നു. ഈയിടെ കഴിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാ സ്കൂളുകളിലും പതാകകൾ ഉയർത്താറുണ്ട്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ വരും, അവർ കൂടി പൊക്കും, പിന്നെ ഇന്ത്യയെ പറ്റി ഘോരഘോരമായി പ്രസംഗിക്കും, എന്നിട്ട് അവർ പോകും. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് അവരെന്നെയാണ് ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ ആ വന്ന കുട്ടികളോട് ചോദിച്ചു, സാധാരണ രാഷ്ട്രീയക്കാരല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, എന്നെ എന്തുകൊണ്ടാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികളുടെ നിഷ്കളങ്കത കൊണ്ട് അവർ പറഞ്ഞു, അങ്ങനെ ആരെയും കിട്ടിയില്ല സാർ, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളുടെ സത്യസന്ധത ഓർത്തുകൊണ്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചു. ഈ കാര്യങ്ങൾ തന്നെ, സ്വതന്ത്രമായ ചിന്തകൾ ഉണ്ടാകണം. അധ്യാപകരുടെ ഇടയിൽ ഇത്തരം രാഷ്ട്രീയ വേർതിരിവുകൾ ഉണ്ടായാൽ അത് വിദ്യാർത്ഥികളെയും
നമ്മുടെ പഠിത്തത്തെ എല്ലാം ബാധിക്കും. അത് ഒരിക്കലും പാടില്ലാത്തതാണ് അധ്യാപകരുടെ ഇടയിൽ ഈ രാഷ്ട്രീയ വേർതിരിവ് എന്ന് ഞാൻ പറഞ്ഞു. ഞാനതിന് അനുഭവസ്ഥനാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മോഡൽ സ്കൂളുണ്ട്, ആർട്സ് കോളേജുണ്ട്. ഞാൻ അവിടെയൊക്കെയാണ് പഠിച്ചതും. കുട്ടികളുടെ സമരത്തിന് ഏത് വിദ്യാർത്ഥി സംഘടനയാണോ സമരം ചെയ്യുന്നത് അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള അധ്യാപക സംഘടന അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്, മറ്റുള്ളവർ എതിർക്കുകയും. പരിതാപകരമായ അവസ്ഥയാണ് ഓരോ കോളേജുകളിലും സ്കൂളിലും ഉള്ളത്. അതുപോലെ പോലീസിൽ, നമ്മുടെ പോലീസിൽ, കേരള പോലീസിൽ ഇപ്പോൾ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരും തെരഞ്ഞു പിടിച്ചാണ് അടിക്കുന്നത്. ഇതാരാണ്, ഏത് നിറമാണെന്ന് നോക്കിയാണ് അടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡേഞ്ചർ വി ഷുഡ് റിയലൈസ്. GST റെക്രിയേഷൻ ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന ഒരു തിരുത്തൽ ശക്തിയായി മാറണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്, അവർ നമ്മളെ ചോദ്യം ചെയ്യും എന്നുള്ള ഭയം ജനറൽ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ ഉണ്ടാകണം. അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോയി ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു. അധ്യാപകരാരും കൈയടിക്കില്ല. വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞത് മിക്കത് മനസ്സിലായിട്ടുമില്ല. പൊതുവേ അങ്ങനെ ഒരു ലൂപ്പ് വാം ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവരുടെയും. ഞാൻ എന്നിട്ട് തിരികെ വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ എന്നെ ക്ഷണിക്കാൻ വന്ന കുട്ടികളുടെ അതിൽ ഒരാളെ ഞാൻ കണ്ടു വഴിയിൽ വെച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പ്രസംഗിച്ചതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ, അധ്യാപകർക്കൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അവനോട് ഞാൻ നിർബന്ധിച്ച് ചോദിച്ചത്, എന്താണ് അധ്യാപകരൊക്കെ പറഞ്ഞത് എൻ്റെ പ്രസംഗത്തെ പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവൻ സത്യമാണ്, അവൻ കുട്ടികളല്ലേ, സത്യമേ പറയും. അപ്പോൾ പറഞ്ഞത്, അധ്യാപകർ പറഞ്ഞത് അടുത്ത കൊല്ലം സാറിനെ വിളിക്കണ്ട എന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. KT മുഹമ്മദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ, അദ്ദേഹം ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അണികളെയൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിക്കൊണ്ട് എല്ലാവരുടെ കയ്യിലും ഓരോ കൊടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കൊടിയുടെ കാലിൽ നിങ്ങൾ മുറുകെ പിടിച്ചോണം. എന്തൊക്കെ വന്നാലും ഈ കൊടിയുടെ കാലിൽ നിന്ന് നിങ്ങൾ കൈയെടുക്കരുത്, മുറുകെ പിടിച്ചോണം. ഞാൻ ഇടയ്ക്ക് ഈ കൊടി മാറ്റിക്കൊണ്ടേയിരിക്കും, അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മളിത് തന്നെയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലമായി നമ്മൾ ഈ കൊടിയുടെ കാലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, മറ്റുള്ളവർ ഈ പതാക മാറ്റുന്നതറിയാതെ. ഇനിയെങ്കിലും പ്രതികരിക്കാൻ, ശബ്ദമുയർത്താൻ നമുക്ക് കഴിയണം. ഉശിരോടെ ഒരു ചോദ്യം ചോദിക്കാനെങ്കിലും നമുക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കൂട്ടായ്മകൾ ഒരു ചോദ്യം ചോദിക്കാനായാൽ, പണ്ട് ആണുങ്ങൾ മാത്രമുള്ള സഭയിൽ ഒരു പെണ്ണിൻ്റെ വസ്ത്രം ഉരിഞ്ഞപ്പോൾ, ആണുങ്ങൾ മാത്രമുള്ള ഒരു സഭയിൽ ഒരു പെണ്ണിൻ്റെ വസ്ത്രം ഉരിഞ്ഞപ്പോൾ ആ പാഞ്ചാലി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഭർത്താവിന് ഭാര്യയെ പണയം വയ്ക്കാൻ അവകാശമുണ്ടോ, ഭർത്താവ് ഭാര്യയുടെ ഉടമസ്ഥനാണോ എന്നുള്ള ഒരു ചോദ്യം. ഈ ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉയർന്നതാണ്. പക്ഷേ 2018 സുപ്രീം കോടതിയുടെ ഒരു വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേർഡിക്റ്റ് വന്നു, ഹസ്ബൻഡ് ഈസ് നോട്ട് ദി ഓണർ ഓഫ് ദി വൈഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നാണെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഈ അന്തരീക്ഷത്തിൽ അലയടിച്ച് നിൽക്കുകയും അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതിനൊരു ഉത്തരം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത്തരമൊരു ചോദ്യം ചോദിക്കാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയണം. നിങ്ങളെ ഭയപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷനുണ്ട്, നമ്മളെന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്താൽ അവർ ചോദ്യം ചെയ്യാനുള്ള ഉശിരും തൻ്റെ ഇടവും നട്ടെല്ലുമുള്ളവർ ഈ ഓർഗനൈസേഷനിലുണ്ട് എന്ന് തെളിയിക്കാൻ ഈ സ്വതന്ത്രമായ ചിന്തകൾ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് സത്യം. ദ നീഡ് ഓഫ് ദി അവർ ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നമ്മൾ അല്ലെങ്കിൽ വീണ്ടും അടിമകളായി പോവുകയാണ്. VR കൃഷ്ണയ്യർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ മന്ത്രിയും നിയമജ്ഞനും
വളരെയധികം വായിക്കുന്നതും എഴുത്തുകാരനുമൊക്കെ ആയ VR കൃഷ്ണയ്യർ ഒരിക്കൽ പറഞ്ഞു, ജനങ്ങൾ ഒരു വശത്തും രാഷ്ട്രീയ പാർട്ടികൾ ഒരു വശത്തും നിന്നുകൊണ്ട് ഒരു യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ജനം ജയിക്കും. അന്നാണ് ജനാധിപത്യം ഇവിടെ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ നടക്കുന്നത് ജനാധിപത്യമല്ല, പാർട്ടിയാധിപത്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് സത്യമുള്ള വാക്കുകളാണ് അദ്ദേഹം 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്ന് ഓർക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ പോറലുണ്ടാക്കുന്നതാണ്. എന്നും നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നതാണ്, നമുക്ക് പ്രതികരിക്കാൻ വക നൽകുന്നതാണ്. ഞാനൊരു കലാകാരനാണ്. ഞാൻ എന്തെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്, എൻ്റെ ഒരു പരിപാടി 300 പേർ കാണുന്നുവെങ്കിൽ ഈ 300 പേരെയും തിരുത്തിക്കളയാം എന്നുള്ള വ്യാമോഹത്തിലൊന്നുമല്ല. ഈ കാണുന്നതിൽ 2 പേർ അല്ലെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കാൻ ഒരു പ്രേരകമാകും ഈ പരിപാടി, എൻ്റെ സൃഷ്ടി എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷിക്കും. ഒരാളെയെങ്കിലും ചിന്തിപ്പിക്കാൻ പാകത്തിൽ ഞാൻ മാറ്റിയെടുത്തു എന്നുള്ളത്. അത് വളരെ യങ്ങായിട്ടുള്ള 2 പേരാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയത്. അതിനകത്ത് ഇതുപോലെ ഒരു ചോദ്യമുണ്ട്. ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കാൻ പാകത്തിലുള്ള ഒരു ചോദ്യമാണ് ആ 2 യങ്സ്റ്റേഴ്സ്, വളരെ യങ്ങായിട്ടുള്ള 2 പേർ ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യം, ഹൂ ഹാസ് ഡിസൈഡഡ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൺസ് ഡ്രീംസ് എന്നാണ്. ഹൂ ഹാസ് ഡിസൈഡഡ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൺസ് ഡ്രീംസ് എന്ന് ചോദിക്കുന്നു. എന്തൊരു അർത്ഥമുള്ള ചോദ്യമാണ്. നമ്മുടെ മനസ്സിലേറെ നാൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കാനെങ്കിലും ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയണം. അതാണ് വേണ്ടത്. ഈ വളരെ പ്രശസ്തമായ ചോദ്യങ്ങൾ വേറെയുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഷേക്സ്പിയർ ചോദിച്ചതും. എല്ലാവരെയും വിശ്വസിച്ചു, എല്ലാവരും ചതിച്ചു, പക്ഷെ ഒരാൾ മാത്രം ചതിക്കുകയില്ല എന്ന് സീസറിനറിയാമായിരുന്നു. ദാറ്റ് വാസ് ബ്രൂട്ടസ്. അവസാനം ബ്രൂട്ടസും പുറകിൽ നിന്ന് കുത്തുമ്പോൾ യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്തൊരു പ്രസക്തിയാണുള്ളത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓരോളം ചലഞ്ച് ചെയ്യുന്നു. നമ്മളെ പുറകിൽ നിന്ന് കുത്താത്ത ഒരാളെങ്കിലും ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകുമോ? നമ്മുടെ പുറകിൽ നിന്ന് കുത്തിയിരിക്കും. അത് മനുഷ്യൻ്റെ രീതിയാണ്. ദാറ്റ് ഈസ് യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഉശിര് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് ഇത്തരം കൂട്ടായ്മകൾ വിജയിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ചോദിക്കാനുള്ള, വി ഷുഡ് ബി ഏബിൾ ടു ക്വസ്റ്റ്യൻ ദം വൈ ദിസ് എന്ന് ചോദിക്കാനുള്ള ഒരു ഉശിര് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇത്തരം കൂട്ടായ്മകളിൽ കൂടി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തെപ്പറ്റി എനിക്ക് ഒരുപാട് സംസാരിക്കാം. പക്ഷേ ഇനി കൂടുതൽ സംസാരിച്ചാൽ എൻ്റെ സമയം, എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിയും. പിന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതിനു മുമ്പേ ഒരിക്കൽ ഒരു ഓഡിറ്റോറിയത്തിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പീക്കർ മാത്രമാണ് ആണ്. അട്രോസിറ്റീസ് ഓൺ ഇന്ത്യൻ വിമൻ എന്നാണ് സബ്ജക്റ്റ്. ആ ഒരു വിഷയത്തിൽ ഒരുപാട് പഠിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റൊക്കെ എടുത്ത ഒരാളാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതുപോലെ അലൗട്ട് ചെയ്തിരുന്ന സമയം 45 മിനിറ്റാണ്. പക്ഷെ 45 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല അട്രോസിറ്റീസ് ഓൺ ഇന്ത്യൻ വിമൻ എന്നുള്ളത്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. 45 മിനിറ്റ് എന്നുള്ളത് 1.5 മണിക്കൂറായി, 2.5 3 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അട്രോസിറ്റീസ് ഓൺ ഇന്ത്യൻ വിമൻ. ഒരു സ്ത്രീ, കേട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അടുത്തിരുന്ന സ്ത്രീയോട് പറഞ്ഞു, ഇത്രയും ക്രൂരത എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന്. അതുപോലെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. Distinguished chief guest of this function, Sri Surya Krishnamurthy sir, dear colleagues, retired colleagues and friends and family members of our staff. This
Club Day has not been, was not being celebrated for the last few years. So we have started it again, thanks to our Secretary Biju Raphael. As all we know, our club, through various events and activities, have been promoting an environment for creating fraternity, feelings of fraternity and kinship among our staff all these years. And Club Day is an occasion for us to reaffirm and rekindle these feelings and fraternal feelings amongst ourselves. And it is also an occasion for all of us to gather and see the family members of our staff also. And it offers an opportunity for us to relax from our busy schedule, official schedules. So it is a nice thing that we have started it again. And I take this opportunity to congratulate our club office bearers of our recreation club, especially Biju Raphael, who for last more than 3 years, I think, he has been, his dynamic involvement in the affairs of the club has helped us to conduct a lot of functions and programs very successfully. And he is leaving and transferred to another place. And I take this opportunity to wish him all the success in his new place also. So I extend my warm greetings and wishes to all our club members, our retired officials and family members on this occasion. And with this short speech, I end. Thank you. And Srimati Raji Austin. I request the Chief Guest to hand over our token of appreciation to Sri Shashi Kumar, Superintendent. Srimati Raji is in Panchkula today to participate in the National Senior Athletic Championship. The token of appreciation will be handed over to her once she is back. നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്കടുത്ത കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് പോകാം. കൃഷ്ണമൂർത്തി സാറിന് എൻ്റെയും ക്ലബിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു.